Good afternoon, children. ഇന്നത്തെ 4ാം ക്ലാസ്സിൻ്റെ ഗണിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഗണിത ക്ലാസ്സിൽ അമ്മുവിൻ്റെ കഥ മാഷ് തുടർന്ന് പറഞ്ഞു. അമ്മുവിൻ്റെ അച്ഛൻ്റെ കയ്യിൽ 500 രൂപ നോട്ടുകളാണുള്ളതെങ്കിൽ എത്ര 500 നോട്ടുകൾ ചേരുമ്പോൾ 1000 ആകും? എത്രയാണ്? 2 500 നോട്ടുകൾ ചേരുമ്പോഴാണ് 1000 ആകുന്നത്. അതുപോലെ 1000ൻ്റെ നോട്ട് ഇപ്പോൾ നിലവിലില്ല. നേരത്തെ ഉണ്ടായിരുന്ന 1000ൻ്റെ നോട്ടും നമ്മൾ പരിചയപ്പെട്ടു. തുടർന്ന് 1000ത്തെ 10കൾ, 100കൾ, 1കൾ, 500കൾ ഇങ്ങനെ പലതായി വിഭജിക്കുന്ന രീതിയും ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, 500s, വൺസ് ഇതും നമ്മളിന്ന് ക്ലാസ്സിൽ പരിചയപ്പെട്ടു. നോക്കുക. ഹൗ മെനി ടെൻസ് മേക്ക് 1000? എത്ര 10കൾ ചേരുമ്പോഴാണ് 1000 ഉണ്ടാകുന്നത്? 100 10കൾ ചേരുമ്പോൾ 1000 ലഭിക്കുന്നു. 100 ടെൻസ് മേക്ക് 1000. ഇനി നോക്കൂ, എത്ര 100കൾ ചേരുമ്പോഴാണ് 1000 ലഭിക്കുന്നത്? ഹൗ മെനി ഹൺഡ്രഡ്സ് മേക്ക് 1000? യെസ്, 10 hundreds. 10 100കൾ ചേർന്നാൽ എത്ര ലഭിക്കും? 1000, 1000 ലഭിക്കും. അടുത്തത് നോക്കൂ, 1000. എത്ര 1000 ആണ് ഈ 1000ലുള്ളത്? 1000ൽ എത്ര 1000 ആണുള്ളത്? യെസ്, ഒരു 1000 ആണ്. 1000 ആണ് 1000ൽ ഉള്ളത്. ഇനി 500s, 500കൾ. ഹൗ മെനി 500s in 1000? യെസ്, 2. 2 500കൾ ചേരുമ്പോൾ നമുക്ക് 1000 ലഭിക്കുന്നു. ഇനി ഹൗ മെനി വൺസ് ഇൻ 1000? 1000ൽ എത്ര വൺസ് ഉണ്ട്? എത്ര ഒന്നുകൾ ഉണ്ട് 1000ൽ? 1000 ഒന്നുകൾ അല്ലേ? 1000 വൺസ് മേക്ക് 1000. ഓക്കെ, ഇത് ഇന്ന് ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടതാണ്. നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് ഇത് എഴുതിയെടുക്കുക. തുടർന്ന് അമ്മുവിൻ്റെ അമ്മയുടെ കുടുംബശ്രീയിലെ മാമ്പഴ കച്ചവടവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം നമ്മൾ പഠിച്ചു. ആ പെട്ടിയിൽ യെല്ലോ, റെഡ്, ബ്ലൂ, ഗ്രീൻ ഈ പെട്ടികളിൽ എത്ര മാമ്പഴം വീതം? ഇത് ഒരു വലിയ പെട്ടി. യെല്ലോ വലിയ ബോക്സിൽ 4 ചെറിയ ബോക്സുകളുണ്ട്. ബോക്സ് നമ്പർ 1, 2, 3 and 4. പക്ഷേ 4ലേത് നമ്മൾ കണ്ടുപിടിക്കണം. 3 ബോക്സിലേതായിരുന്നു തന്നിരുന്നത്. അത് ഓരോന്നും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ഇന്ന് വിശദമായി നമ്മൾ പരിചയപ്പെട്ടു. ഇവിടെ നോക്കുക, 310, 490, 100 എന്നീ എണ്ണമാണ് ഓരോ ബോക്സിലും ഉള്ളത്. 310, 490, 100 അല്ലേ? ഇനി ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 900 കിട്ടും. എങ്ങനെയാണ്? നമ്മൾ മാക്സിമം മനക്കണക്കായി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടുത്തെ 300 എടുക്കുക, 300. അതിനോടൊപ്പം 400 കൂട്ടുക. 400 300 എത്രയാണ്? 700 അല്ലേ? 700നോട് 90 കൂട്ടുക, 790. അതിനോട് 10 കൂട്ടുമ്പോൾ 800. 800നോട് 100 കൂട്ടുമ്പോൾ 900. ഓക്കെ, 900. 900 നമുക്കിവിടെ കിട്ടി. ഇനി 900നോട് എത്ര കൂട്ടിയാലാണ് 1000 കിട്ടേണ്ടത്? എല്ലാവർക്കും അറിയാം അല്ലേ? 900 + 100 = 1000. അപ്പോൾ 4ാമത്തെ ബോക്സിൽ 100 ആണ് വരേണ്ടത്. അതുപോലെ ബാക്കിയുള്ള കണക്കുകൾ മനക്കണക്കായി ഒന്ന് ചെയ്ത് നോക്കുമല്ലോ. എന്നിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. ഇനി നോക്കുക, 2 ആയിരങ്ങൾ 2000s മേക്ക് 2000. 2 ആയിരങ്ങൾ ചേരുമ്പോൾ 2000. അങ്ങനെയാണെങ്കിൽ 3 ആയിരങ്ങൾ, 1, 2, 3 ആയിരങ്ങൾ ചേരുമ്പോൾ 3000. 3000s മേക്ക് 3000. ഇവിടെ നോക്കൂ, 4 ആയിരങ്ങൾ ചേരുമ്പോൾ 4000. 4 ആയിരങ്ങൾ ചേരുമ്പോൾ 4000. 4000s മേക്ക് 4000. ഇനി നമ്മൾ ഈ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? 1000, 2000, 3000, 4000, 1000, 2000, 3000, 4000. ഒന്നുകൂടെ നോക്കാം. 1000, 2000, 3000, 4000. അത്രയാണ് നമ്മൾ കണ്ടത് അല്ലേ? 5000, 6000, 7000, 8000, 9000, 10,000.
1000, 2000, 3000, 4000, 5000, 6000, 7000, 8000, 9000, 10000. ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതണേ. തുടർന്ന് നമ്മൾ സംഖ്യാ തോരണമാണ് പരിചയപ്പെട്ടത്. 1000 കിട്ടാൻ 800നോട് എത്ര ചേർക്കണം? അതുപോലെ 925, 925, അതിനോട് എത്ര ചേർന്നാൽ 1000 ലഭിക്കും? 999നോട് എത്ര ചേർന്നാൽ 1000 ലഭിക്കും? ഇനി ഇവിടെ 5 മാത്രമുണ്ട്, അതിനോട് എത്ര ചേർന്നാൽ 1000 ലഭിക്കും? ആൻസറും ക്ലാസ്സിൽ തന്നെ ചെയ്തു. 800 പ്ലസ് 200, 1000. 925 പ്ലസ് 75, 1000. 999 പ്ലസ് 1, 1000. 995 പ്ലസ് 5 ഈക്വൽസ് 1000. 800 അധികം 200, 1000. 925 അധികം 75, 1000. 999 അധികം 1 സമം 1000. 995 അധികം 5 സമം 1000. അതുപോലെ 3 അക്കങ്ങൾ ചേർത്ത് 1000 ഉണ്ടാക്കുന്നതും എങ്ങനെയാണെന്ന് നമ്മൾ പരിചയപ്പെട്ടു. ഇതും എല്ലാ സംഖ്യകളും തന്നിരുന്നോ? ഇല്ല അല്ലേ? ഇവിടെ 850 തന്നു, 50ഉം തന്നിട്ടുണ്ട്. ഇടയ്ക്കുള്ള സംഖ്യ കണ്ടെത്തണം. അതുപോലെ 925 തന്നു, ബാക്കി സംഖ്യകൾ നമ്മൾ കണ്ടെത്തി. 800നോടൊപ്പം ബാക്കി സംഖ്യകളും കണ്ടെത്തി. അതിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇത് നിങ്ങൾ ഇതിന് പകരം മറ്റ് സംഖ്യകൾ ഉപയോഗിച്ച് ചെയ്തു നോക്കുക പ്രവർത്തനങ്ങൾ. ഇനി നമുക്ക് തന്നിരിക്കുന്ന തുടർ പ്രവർത്തനം ഏതാണ്? വിദ്യാലയത്തിലേക്ക്, ബാക്ക് ടു സ്കൂൾ. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഇതാണ് ഒന്നാമത്തെ പ്രവർത്തനം. വിദ്യാലയത്തിലേക്ക്. വേനൽ അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കാറായി. റീനയും അച്ഛനും സാധനങ്ങൾ വാങ്ങാൻ സ്കൂൾ ബസാറിൽ എത്തി. ഇവിടെ റീന പറയുന്നു, അച്ഛാ എനിക്ക് പുതിയ ബാഗ് കൂടി വേണം. നോക്കൂ, 250 രൂപ വിലയുള്ള ഒരു കുടയും 10 രൂപ വീതം വിലയുള്ള 5 നോട്ട് പുസ്തകങ്ങളും 700 രൂപ വിലയുള്ള ഉടുപ്പും വാങ്ങിച്ചു. ആകെ എത്ര രൂപയായി? എങ്ങനെ കണ്ടെത്തും? നമ്മൾ ഓരോന്നിൻ്റെയും വില എടുത്തെഴുതി ചെയ്ത് നോക്കാം. ഒരു കുടയുടെ വില 250 രൂപ. ഒരു നോട്ട്ബുക്കിൻ്റെ വിലയോ 10 രൂപ. എത്ര നോട്ട്ബുക്ക് വാങ്ങി? 5 നോട്ട്ബുക്ക് വാങ്ങി. ഒരു നോട്ട്ബുക്കിന് 10 രൂപയെങ്കിൽ 5 നോട്ട്ബുക്കിൻ്റെ വില എങ്ങനെ കണ്ടെത്തും? 5 ഗുണം 10 എല്ലാവർക്കും അറിയാം. എത്രയാണ്? 50 രൂപ. ഇനി ഉടുപ്പിൻ്റെ വില എത്രയായിരുന്നു? 700 രൂപ. ഇനി ആകെ കണ്ടെത്തുക. 250 അധികം 50 അധികം 700. 280 50 300. 300നോട് 700 കൂട്ടിയാൽ എത്ര കിട്ടും? 1000 കിട്ടും. ഇതൊന്നും ക്രിയ ചെയ്യേണ്ട, നമ്മൾ മനസ്സിൽ തന്നെ ചെയ്യുക. അടുത്തത്, അച്ഛൻ്റെ കയ്യിലുള്ളതെല്ലാം 100 രൂപ നോട്ടാണെങ്കിൽ എത്ര എണ്ണം കൊടുക്കണം? എത്ര നൂറുകൾ ചേരുമ്പോഴാണ് 1000 കിട്ടുന്നത്? നമ്മൾ കുറച്ച് മുമ്പ് കണ്ടായിരുന്നു. 10 നൂറുകൾ ചേരുമ്പോഴാണ് 1000 ലഭിക്കുന്നത്. അടുത്തത് നോക്കൂ, 500 രൂപ നോട്ടുകളാണെങ്കിൽ എത്ര എണ്ണം കൊടുക്കണം? നമ്മൾ ആദ്യം കണ്ടിരുന്നു അല്ലേ? 2 500കൾ ചേരുമ്പോഴാണ് 1000. അപ്പോൾ എത്രയാണ് ഇവിടെ എഴുതേണ്ടത്? 2. കയ്യിലുള്ളത് 1000 രൂപ നോട്ടുകൾ മാത്രമാണെങ്കിലോ എത്ര എണ്ണം കൊടുക്കണം? 1 അല്ലേ? റീനയ്ക്ക് 500 രൂപ വിലയുള്ള ഒരു ബാഗും കൂടി വാങ്ങിച്ചു. കടയിൽ ആകെ എത്ര രൂപ കൊടുക്കണം? ഇപ്പോൾ 1000 രൂപ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അതിനോടൊപ്പം 500 രൂപ കൂടി. 1000നോടൊപ്പം 500 കൂട്ടുമ്പോൾ 1500 രൂപ. കടയിൽ കൊടുത്തത് 1000 രൂപയുടെയും 100 രൂപയുടെയും നോട്ടുകളാണെങ്കിൽ ഓരോന്നും എത്ര വീതമായിരിക്കും? 1000 രൂപ നോട്ടുകൾ എത്ര എണ്ണം കൊടുത്താൽ 1000 ആകും? 1 കൊടുത്താൽ മതി അല്ലേ? 100 രൂപ നോട്ടുകൾ അപ്പോൾ എത്രയായി? 1000 രൂപയായി. ഇനി 500 രൂപ ബാക്കിയുണ്ട്. അതിന് 100 രൂപയുടെ എത്ര നോട്ട് കൂടെ കൊടുക്കണം? 500 അല്ലേ? 5 നൂറുകൾ ചേരുമ്പോഴാണ് 500 ആകുന്നത്. അടുത്തത് വിത്തുകൾ എത്ര? ഇതിന് ശേഷം ഇംഗ്ലീഷ് മീഡിയത്തിൻ്റേത് പറയാം. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയംകാർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ആദ്യം മലയാളത്തിലേതൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇംഗ്ലീഷിൽ പെട്ടെന്ന് നിങ്ങൾക്കത് മനസ്സിലാകും. പാലക്കുന്ന് UP സ്കൂൾ നോട്ടീസ് ബോർഡ്. ഹരിത ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് ക്ലബ് അംഗങ്ങൾക്ക് പച്ചക്കറി വിത്ത് വിതരണം നടത്തുന്നു. വിത്തുകൾ 100 എണ്ണം വീതമുള്ള 10 പാക്കറ്റുകളായാണ് കൊണ്ടുവന്നത്. ആകെ എത്ര വിത്തുകൾ? 100 എണ്ണം വീതമുള്ള 10 പാക്കറ്റുകൾ. അപ്പോൾ ആകെ 100 ഗുണം 10 1000. ഈ വിത്തുകൾ ചെറിയ പാക്കറ്റുകളിലാക്കി ക്ലബിലെ 100 കുട്ടികൾക്കും തുല്യമായി വിതരണം ചെയ്യണം. ഓരോ ചെറിയ പാക്കറ്റിലും എത്ര വിത്ത് കാണും? 1000 വിത്തുകൾ
100 കുട്ടികൾക്ക് തുല്യമായി വീതിക്കണം അല്ലേ? അപ്പോൾ ഓരോ ചെറിയ പാക്കറ്റിലും എത്ര വിത്താണ് ഉണ്ടാവുക? 10 വിത്തുകൾ വീതം കാണും അല്ലേ? 10 വിത്തുകൾ വീതം 100 കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എത്രയാകും? 1000. ഓക്കെ, അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാമോ? 1000, 2000, അടുത്തത് എന്താണ്? 1000, 2000, 3000, 4000, 5000. ഇതോ 9000, 8000, താഴോട്ട് പോവുകയാണല്ലേ? 7000, 6000, 5000, 9000, 8000, 7000, 6000 ആൻഡ് 5000. ഇനി ഇംഗ്ലീഷ് മീഡിയം നോക്കാം. ബാക്ക് ടു സ്കൂൾ. Summer vacation is almost over. Reena and her father are at the school bazaar. ഇതിൻ്റെ മലയാളം നേരത്തെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഇത് മലയാളത്തിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. Father, I want a new bag too. They bought an umbrella for 250 rupees, 5 notebooks at 10 rupees each, and a dress for 700 rupees. What is the total cost? അത് എങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്ന് സ്റ്റെപ്പ് നമുക്ക് നോക്കാം. നോക്കുക. പ്രൈസ് ഓഫ് 1 അംബർല 250 rupees. പ്രൈസ് ഓഫ് 1 നോട്ട്ബുക്ക് 10 rupees. പ്രൈസ് ഓഫ് 5 നോട്ട്ബുക്ക് 5 into 10 50 rupees. പ്രൈസ് ഓഫ് 1 സെറ്റ് ഡ്രസ് 700 rupees. ടോട്ടൽ 250 പ്ലസ് 50 പ്ലസ് 700. ടോട്ടൽ എത്രയാണ്? 1000 rupees. അപ്പോൾ ഈ സ്റ്റെപ്പ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വേണം ചെയ്യാൻ. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് 1000 rupees. ഫാദർ ഹാസ് ഓൺലി 100 rupees നോട്ട് വിത്ത് ഹിം. ഹൗ മെനി നോട്ട് ഷുഡ് ഹി ഗീവ്? ഫാദറിൻ്റെ കയ്യിൽ 100 രൂപയുടെ നോട്ടാണെങ്കിൽ എത്ര എണ്ണം കൊടുക്കണം? എത്ര എണ്ണമാണ് കൊടുക്കേണ്ടത്? യെസ്, 10. സപ്പോസ് ഫാദർ ഹാഡ് ഓൺലി 500 rupees നോട്ട് വിത്ത് ഹിം. 500 രൂപയുടെ നോട്ടാണ് ഉള്ളതെങ്കിൽ ഹൗ മെനി നോട്ട്സ് ദെൻ? എത്ര എണ്ണം കൊടുക്കണം? യെസ്, 2. വാട്ട് ഇഫ് ഹി ഹാഡ് ഓൺലി 1000 rupees നോട്ട്? 1000 നോട്ട് മാത്രമാണ് ഉള്ളതെങ്കിൽ എത്ര എണ്ണം കൊടുക്കണം? 1 അല്ലേ? ഹി ഓൾസോ ബോട്ട് റീന എ ബാഗ് ഫോർ 500 rupees. 500 രൂപ വിലയുള്ള ഒരു ബാഗ് കൂടി വാങ്ങിക്കുന്നു. ദെൻ ഹൗ മച്ച് ഷുഡ് ഹി പേ ഇൻ ഓൾ? ആകെ എത്ര രൂപ കൊടുക്കണം? ഓൾറെഡി നമ്മൾ 1000 രൂപയുടെ സാധനം വാങ്ങി, അതിനോടൊപ്പം 500 രൂപ കൂടി അല്ലേ? 1000 പ്ലസ് 500, 1500 rupees. He paid in it 1000 rupees note and 100 rupees notes. How many of each did he give? 1000 രൂപയുടെയും 100 രൂപയുടെയും നോട്ടാണ് കൊടുത്തതെങ്കിൽ എത്ര എണ്ണം വീതം കൊടുക്കണം? 1000 രൂപയുടെ എത്ര എണ്ണം കൊടുക്കണം? 1 അല്ലേ? ഇനി നമ്പർ ഓഫ് 100 rupees നോട്ട് 5. 500s make 500 rupees. നെക്സ്റ്റ് ആക്ടിവിറ്റി ഹൗ മെനി. തൗസൻഡ്സിൽ എത്ര വൺസ് ഉണ്ട്, എത്ര ടെൻസ് ഉണ്ട്, എത്ര ഹൺഡ്രഡ്സ് ഉണ്ടെന്നുള്ളതാണ്. അത് നോക്കാം. അത് മലയാളം മീഡിയംകാരും കൂടി ഒന്ന് നോക്കുക. തൗസൻഡ്സിൽ 1000-ൽ എത്ര ഒന്നുകളാണുള്ളത്? 1000 ഒന്നുകളുണ്ട് അല്ലേ? തൗസൻഡ്സ് വൺസ് മേക്ക് 1000. ഇനി ഹൗ മെനി ടെൻസ്? എത്ര പത്തുകളുണ്ട്? 100 അല്ലേ? 100 പത്തുകൾ ചേരുമ്പോൾ 1000 ലഭിക്കുന്നു. 100 ടെൻസ് മേക്ക് 1000. ഇനി 10 നൂറുകൾ ചേരുമ്പോൾ 1000 ലഭിക്കുന്നു. 10 hundreds മേക്ക് 1000s. നെക്സ്റ്റ് ആക്ടിവിറ്റി ഹൗ മെനി സീഡ്സ്. പാലക്കുന്ന് UP സ്കൂൾ നോട്ടീസ് ബോർഡ്. ഓൺ June 5th, എൻവയോൺമെന്റൽ ഡേ, ഹരിത ക്ലബ് ഡിസ്ട്രിബ്യൂട്ട്സ് വെജിറ്റബിൾ സീഡ്സ് ടു മെമ്പേഴ്സ്. ഹരിത ക്ലബിലെ മെമ്പേഴ്സിന് വെജിറ്റബിൾ സീഡ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അത് കൊണ്ടുവന്നത് എങ്ങനെയാണ്? 10 packets of seed were brought in, each containing 100 seeds. 100 വിത്തുകളുള്ള 10 packets ആണ് കൊണ്ടുവന്നത്. ഹൗ മെനി സീഡ്സ് ഇൻ ഓൾ? എല്ലാം കൂടി എത്രയുണ്ട്? യെസ്, 1000. These seeds are to be equally distributed among the 100 members of the club in small packet. ഈ 1000 വിത്തിനെ 100 കുട്ടികൾക്ക് തുല്യമായി വീതിക്കുന്നു. അപ്പോൾ ഒരു കുട്ടിക്ക് എത്ര കിട്ടും? ഹൗ മെനി സീഡ്സ് ഇൻ ഈച്ച് സ്മോൾ പാക്കറ്റ്? ഓരോ ചെറിയ പാക്കറ്റിലും എത്ര വിത്തുണ്ടാകും? ആകെ കുട്ടികളുടെ എണ്ണം 100 അല്ലേ? ആകെ വിത്തുകളുടെ എണ്ണം 1000. അപ്പോൾ
ഒരു 1000-ൽ ഹൗ മെനി ഹൺഡ്രഡ്സ് നമ്മൾ പഠിച്ചു. എത്രയാണ്? 10 ഹൺഡ്രഡ്സ് മേക്ക് 1000. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? 10, 10. ഇനി ഒരു പ്രവർത്തനമുള്ളത് ഇതായിരുന്നു, കംപ്ലീറ്റ് ദ പാറ്റേൺ അല്ലേ? നമ്മൾ നേരത്തെ മലയാളം മീഡിയത്തിൽ കണ്ടതാണ്. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇന്ന് ഗണിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യുവാനായി തന്നിരിക്കുന്നത്. പ്രവർത്തനങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.